ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്ന് അറിയാം. ഇനി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, സ്കൂൾ തുറക്കുകയും പിന്നെ ഓൺലൈനിലെ ക്ലാസ്സും എല്ലാം കൂടി അങ്ങോട്ട് മിക്സായി. പിന്നെ വീഡിയോ എടുക്കേണ്ട വീഡിയോ പിന്നെ എടുക്കാം എന്ന് വിചാരിച്ച് എല്ലാം ഒന്ന് ഒതുക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സമയം പോയി. ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ പഠിക്കാതിരിക്കുന്നത് ഫിസിക്സാണ് കേട്ടോ. ഫിസിക്സിൽ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റൻസ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ പോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയൊക്കെയുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്റർ കുഴപ്പമില്ലാത്തവർക്ക് ഇതും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ അത്രയ്ക്കൊന്നും ഇല്ല, കുറച്ചേ പഠിക്കാനുള്ളൂ. പിന്നെ കപ്പാസിറ്റൻസും അതും വലിയ പ്രശ്നമില്ല, വലിയ കുഴപ്പമില്ല. കുറച്ച് ഡെറിവേഷനോ 2-3 ഡെറിവേഷനോ അങ്ങനെ എന്തൊക്കെയാണുള്ളത്. വലിയ പ്രശ്നമില്ലാത്ത ഒരു ചാപ്റ്ററാണ്, എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ഇതിന് ശേഷമുള്ള 3ാമത്തെ ചാപ്റ്ററും ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ പണ്ട് റെസിസ്റ്റൻസ് ഓംസ് ലോ ഒക്കെ പഠിച്ചില്ലേ, അതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് സ്കൂളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈലത്തിലും കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് പോണു. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇത് സ്കൂളിലത്തത് കാണാപ്പാടം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇരുന്ന് പഠിക്കുകയാണ്, കാരണം ചോദിക്കും, അല്ലെങ്കിൽ എക്സാം ആയിരിക്കും. എന്തായാലും രാവിലെ തന്നെ അത് പഠിക്കാമെന്ന് വിചാരിച്ചു. കർക്കിടക സംക്രാന്തിയൊക്കെ ആയിട്ട് കയ്യിൽ നിറച്ച് മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് ഞാൻ. മിഞ്ഞാന്നാണ്, ഇന്നലെയാണ് കർക്കിടക സംക്രാന്തി ഉണ്ടായിരുന്നത്. സോ കയ്യിലും ഒക്കെ നിറച്ച് മൈലാഞ്ചി ഉണ്ട്. പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്കൂളൊക്കെ തുറന്നതിൻ്റെ ഒരു ഇത് കാരണമാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മൾ ശ്രമിക്കും. ഞാൻ കുറേ വിചാരിക്കുന്നു വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നു, മടിയായിട്ട് അങ്ങനെ പോവായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചാൽ എനിക്ക് പിന്നെ ജന്മത്ത് വീഡിയോ ഇടലേ ഉണ്ടാവില്ല. അതിനുശേഷം ഞാൻ ഡെറിവേഷൻസ് എഴുതാനായിട്ട് ഇരുന്നു കേട്ടോ. ഡെറിവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ എഴുതി പഠിച്ചില്ലെങ്കിൽ പിന്നെ അത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ എഴുതിയിട്ട് തന്നെ പഠിക്കണം. എന്നൊക്കെ എഴുതി നോക്കായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നു കേട്ടോ, അടുക്കള ഭാഗത്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ 6:50 7 മണി സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫിസിക്സാണ് ഇരുന്ന് പഠിച്ചത്. ഫിസിക്സ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് കുഴപ്പമില്ല ചാപ്റ്റർ. ഞങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ സ്കൂളിലെടുത്ത് കഴിഞ്ഞു. ഞാനത് ഇരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി തിങ്കളാഴ്ച എക്സാം ഉണ്ടാവും. അപ്പോൾ അത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഡെറിവേഷൻസ് നോക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ പോർഷനും കൂടി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിയും. പിന്നെ ഞങ്ങൾക്ക് ഈ തിങ്കളാഴ്ച അല്ല, അടുത്ത തിങ്കളാഴ്ച മുതൽ യൂണിറ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. എന്ന് വെച്ചാൽ ഓണം എക്സാമിന് മുൻപ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് ഞാൻ പറയാം, പകുതി ചാപ്റ്റേഴ്സായിട്ട് എടുക്കില്ലേ. ഇപ്പോൾ 2 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ടോട്ടൽ 4 ചാപ്റ്റർ തൊട്ടാണ് നമ്മുടെ ഓണം എക്സാമിനുള്ളത്. അപ്പോൾ അതിന് മുൻപ് എടുത്തു കഴിഞ്ഞാൽ 2 ചാപ്റ്റർ വെച്ചിട്ട് എല്ലാ വിഷയത്തൊന്നും എക്സാമാണ്. അപ്പോൾ ഫസ്റ്റ് ഏതാണെന്നൊന്നും അറിയില്ല. ഫിസിക്സ് 2 ചാപ്റ്ററാണെന്ന് തോന്നുന്നു. എത്ര ചാപ്റ്റേഴ്സ് അത് പറഞ്ഞിട്ടില്ല. ഈ തിങ്കളാഴ്ച എന്നിട്ട് വേണം ചോദിക്കാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളത്. എന്തായാലും ആദ്യത്തെ 2 ചാപ്റ്റർ ഉണ്ടാവും. പിന്നെ മാത്സ്, മെട്രിസസും പിന്നെ റിലേഷൻസും. ഞങ്ങളുടെ സ്കൂളിൽ ഇൻവേഴ്സും മെട്രിസസും റിലേഷൻസും ഒക്കെ കഴിഞ്ഞു. ഇനി ഡിറ്റർമിനൻസും കൂടി എടുക്കാനുള്ളൂ. അങ്ങനെ സൈലത്തിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്തിട്ടുമില്ല. സൈലത്തിൽ മെട്രിസസും ഡിറ്റർമിനൻസും വരെ എടുത്തിട്ടുള്ളൂ, ബാക്കി എടുക്കാൻ കിടക്കണു. അപ്പോൾ അതുകൊണ്ടേക്ക് യൂണിവേഴ്സ് ക്ലാസ്സിലെടുത്തിട്ട് ആകെ കൂടി ഒന്നും തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിൽ വരുമ്പോൾ നോക്കണം. റിലേഷൻസ്
സൈലത്തിൽ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 പാർട്ടൊക്കെ ആയി. അപ്പോൾ എന്തായാലും അപ്പോഴേക്കും തീരുണ്ടാവും. പിന്നെ മെട്രിസസ് റിലേഷൻസ് സെറ്റാവും. മെട്രിസസ് ഓൾറെഡി എടുത്തോളൂ കേട്ടോ. അത് എനിക്ക് സിമ്പിളാണ്. മെട്രിസസ് ഡിറ്റർമിനൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ ഇപ്പം എന്താ പിന്നെ ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ 1-2 വീഡിയോസ് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇടൽ നിർത്തിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണമെന്നാട്ടോ വിചാരിക്കുന്നത്. ഞാൻ നാളേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട്, പിന്നെ ഇടാം വീഡിയോ എന്ന് വിചാരിച്ചിട്ട്. എന്താ വെച്ചാൽ സ്കൂൾ അങ്ങോട്ട് തുറക്കുകയും ചെയ്തില്ലേ. അപ്പോൾ സ്കൂളിലത്തതും എല്ലാം കൂടി ആയിട്ട് ആകെ മിക്സപ്പായി. എന്നുവെച്ചാൽ സൈലത്തിൻ്റെ വീഡിയോസൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ കുറേ അസൈൻമെൻറ്റ്സ്, വർക്ക്സ്, നോട്ട്സ് എഴുതാനുള്ളത്, പിന്നെ പിറ്റേ ദിവസം ചോദിക്കുക അത് പഠിക്കാൻ. അപ്പോൾ അങ്ങനെ ആയിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. എപ്പോഴൊക്കെ സെറ്റായി വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ യൂണിറ്റ് ടെസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കും. പിന്നെ വീഡിയോ ഇടലേ ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ എന്നാൽ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ സെറ്റാക്കാമെന്ന്. അതാണ്. ഇനിയിപ്പോൾ എന്തായാലും കുളിക്കാൻ പോകണം. കുളിച്ചിട്ട് ഇനി പഠിത്തം ഉണ്ടാവുള്ളൂ. കാരണം നേരത്തെ കുളിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ആകെ നേരം വഴി പോവും. ഇനി കുളിക്കാൻ നോക്കണം. കഞ്ഞുണ്ണി തലയിൽ തേക്കുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുക. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കഞ്ഞുണ്ണി തലയിൽ തേക്കുന്നത് ഭയങ്കര നല്ലതാത്രേ. നല്ലോണം പിടിക്കുത്രേ തലയിൽ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ തലയിൽ തേക്കുന്നത്. പിന്നെ ഇതിന് ഭയങ്കര ഒരു സ്റ്റെയിനാണ്. വെച്ചാൽ ഒരു കടും ബ്ലൂയിഷ് ഗ്രീൻ കളറാണ്. ഇതിൽ വല്ലാതെ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ നല്ല കറ വരും കയ്യിൽ. പക്ഷെ നല്ലതാണെന്നാണ് കേട്ടത്. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ തലയിൽ തേക്കണമല്ലോ. അപ്പം അങ്ങനെ തലയിൽ തേക്കുകയാണ്. താളിയുടെ കൂടെ അരച്ചിട്ടാണ് പൊതുവെ തേക്കുക. ഇവിടെ ചെമ്പരത്തി ഇല്ല. ചെമ്പരത്തി കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്നാൽ ശരി അങ്ങനെ സാധാ പോലെ അരച്ചിട്ട് തേക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓരോ സമയത്ത് തോന്നുമ്പോഴാണ് ഞാൻ തേക്കുക, അല്ലാതെ എന്നും തേക്കൊന്നുമില്ല. അപ്പം എൻ്റെ കുളിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 8:30 ആയി. വേറെ ഒന്നുമില്ല, ഇന്ന് എണ്ണയും തേക്കലൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത്. അല്ലെങ്കിൽ നേരത്തെ കഴിയേണ്ടതായിരുന്നു. അപ്പോൾ വൃത്തിയിൽ കുളി കഴിഞ്ഞു. നമ്മൾ സ്കൂളില്ലാത്ത ദിവസം രാവിലെ തന്നെ ചായയും റസ്ക്കും ഉണ്ട് കഴിക്കുന്നത്. കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും, അത് വേറെ കാര്യം. ഫിസിക്സ് ക്ലാസ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ചായ കുടിച്ചു. ഇനി കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് കഴിക്കണം. ഇപ്പോൾ 2 ക്ലാസ് തൊട്ടോ കാണാനുണ്ട്. അപ്പോൾ ഇനി അത് കണ്ടിട്ട് വരാം. അതിനുശേഷം കപ്പയും ചായ ഇട്ടോ കുടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ നിൽക്കുകയാണ്. 3:15 കഴിഞ്ഞ് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ ഉറക്കം പോവും. 3:30 അവിടെ എത്തണം. ഞങ്ങൾക്കൊന്ന് കടയിൽ കയറണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ബ്രേസ്ലെറ്റും അതുപോലെ ബീച്ച് വർക്കും റെസിൻ കൊണ്ടുള്ള വർക്ക്സൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഹെക്സഗണിൻ്റെ ഒരു പ്രിസർവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഹെക്സഗണിൻ്റെ പെൻഡൻറ്റ് അത് തപ്പണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്ന് ചെന്ന് നോക്കി നോക്കണം അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട്. 4 മണിക്കാണ് ക്ലാസ് ഡ്രോയിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങട്ടെ. ഉച്ചയ്ക്ക് ശേഷമുള്ള ലിപ്സ് പോയി. ഞാൻ ഉച്ചയ്ക്ക് ശേഷം സോളജി നിന്ന് പഠിക്കാമെന്ന് കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കില്ല, ഇടയ്ക്ക് ഫോണിൽ കളിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 3 മണി, പെട്ടെന്ന് 3 മണിയായി. 3 മണിയായപ്പോൾ പിന്നെ 3 മണിക്ക് ഞങ്ങൾക്ക് ഡ്രോയിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3 മണി മുതൽ 3 മണിക്കില്ല, 4 മണി മുതൽ 5 മണിക്ക്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 3 മണി മുതൽ ഇറങ്ങും. അങ്ങനെയാണ്. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രിസർവേഷൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. സോ അതിനായിട്ടുള്ള പെൻഡൻറ്റും ചെയിനും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ടൈം കുറേ വൈകി. എന്നിട്ടാണ് വീട്ടിലെത്തിയത്. അതിനുശേഷം ഞാൻ ബോട്ടണി ആട്ടോ പഠിക്കാനിരുന്നുണ്ടായിരുന്നത്. ക്ലാസ് കാണും, ബോട്ടണി ഇത് പഠിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റായിട്ട് 9 മണിക്ക് കിടന്ന് പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് നീക്കാറായിട്ടുണ്ട്. ഉറക്കം മാറ്റി വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ബൈ.